അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് എക്കണോമിക്സിലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ട് വീഡിയോയാണ്. ഹൗ ടു കമ്പയർ ഡിഫറെൻറ്റ് കൺട്രീസ് ഓർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ മുതലാണ് നമ്മൾ ബാക്കി പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. You might ask, if development can mean different things, how can some countries are generally called developed or other underdeveloped? Before we come to this question, let us consider another question. When we compare different things, they could have similarities as well as differences. Which aspects do we use to compare them? Let us look at the students in class itself. How do we compare different students? They differ in their height, health, talents and interests. The healthiest students may not be the most studious one. The most intelligent student may not be the friendliest one. So how do we compare students? The criterion we may use depends on the purpose of comparison. We use different criterion to choose a sports team, a debate team, a music team or team to organize a picnic. Still, if for some purpose we have to choose the criterion for all-round progress of children in the class, how shall we do it? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡെവലപ്ഡ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഇങ്ങനെയൊക്കെ നമ്മൾ സെക്ഷൻസ് തിരിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സെക്ഷൻസ് തിരിക്കുന്നത്, എന്തൊക്കെ തരത്തിലാണ് നമ്മൾ തിരിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണിത് പല കാര്യങ്ങൾ എടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മുടെ ക്ലാസ് എടുക്കുക ഉദാഹരണത്തിന്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എന്താണ് പലതരത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഹൈറ്റിൻ്റെ ബേസിന് കമ്പയർ ചെയ്യാം, ഹെൽത്തിൻ്റെ ബേസിൽ കമ്പയർ ചെയ്യാം, ടാലൻസിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയൊക്കെ ബേസിൽ കുട്ടികളെ കമ്പയർ ചെയ്യാം. അപ്പോൾ ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള ആളായിരിക്കണമെന്നില്ല ഏറ്റവും സ്റ്റുഡിയസ് ആയിട്ടുള്ള, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയ കുട്ടി ആയിരിക്കണമെന്നില്ല ഏറ്റവും ഫ്രണ്ട്ലിയസ്റ്റ് ആയവൻ. അപ്പോൾ അങ്ങനെ പലതരത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഒരു ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ പല ആസ്പെക്ട്സിൽ പല ക്രൈറ്റീരിയ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെ അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഹെൽത്തിൻ്റെ ബേസിലോ ഹൈറ്റിൻ്റെ ബേസിലോ കമ്പയർ ചെയ്യുന്ന കണക്ക് തന്നെയാണ് ഒരു കൺട്രിയെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല ക്രൈറ്റീരിയ വെച്ച് കമ്പയർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ആ ഒരു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പയർ ചെയ്യുന്നത് എന്ന അടിസ്ഥാനമാക്കിയിരിക്കും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പയർ ചെയ്തതെന്ന് അടിസ്ഥാനമാക്കിയിരിക്കും. അതായത് ഇപ്പോൾ ഹെൽത്ത് ഇൻഡെക്സ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കണക്കുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോ ആസ്പെക്ട്സ് കണക്കാക്കിയാണ് ഇതൊക്കെ കണക്കാക്കുന്നത്. യൂഷ്വലി വി ടേക്ക് വൺ ഓർ മോർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സൺസ് ആൻഡ് കമ്പയർ ദം ബേസ്ഡ് ഓൺ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓഫ് കോഴ്സ് there can be difference about what are important characteristics that should form the basics of comparison: friendliness and spirit of cooperation, creativity or marks secured. This is true of development too. For comparing countries, their income is considered to be one of the most important attributes. അപ്പോൾ ഒരു ക്ലാസ്സിനെ കമ്പയർ ചെയ്യുന്ന കണക്ക് തന്നെ പല കാര്യങ്ങൾ നമ്മളൊരു രാജ്യത്തെ കമ്പയർ ചെയ്യുമ്പോഴും എടുക്കണം. ഇപ്പോൾ രാജ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന കാര്യം എന്താണ്? ആ രാജ്യത്തിൻ്റെ ഇൻകമാണ്, അല്ലെങ്കിൽ എക്കണോമിയാണ്. Countries with higher income are more developed than others with less income. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? കൂടുതൽ ഇൻകമുള്ള രാജ്യങ്ങൾ ഇൻകം കുറഞ്ഞ രാജ്യങ്ങളെക്കാളും ഡെവലപ്ഡ് ആണെന്ന് നമ്മൾ പറയും. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് മോർ ഇൻകം മീൻസ് മോർ ഓഫ് ഓൾ തിങ്സ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് നീഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻകം ഉണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് ആവശ്യമായ എല്ലാം അവർക്ക് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ നേടിയെടുക്കാനോ സാധിക്കും. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത് ഇൻകം കൂടിയ രാജ്യങ്ങൾ എന്താണ്, ഡെവലപ്മെൻറ്റ് കൂടിയ രാജ്യങ്ങളാണെന്ന് പറയുന്നത്. വാട്ട് എവർ പീപ്പിൾ ലൈക്ക് ആൻഡ് ഷുഡ് ഹാവ്, ദേ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ ഹയർ ഇൻകം വിത്ത് ഗ്രേറ്റർ ഇൻകം. സോ ഗ്രേറ്റർ ഇൻകം ഇറ്റ് സെൽഫ് ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഗോൾ. അപ്പോൾ എന്തൊക്കെ ആസ്പെക്ട്സ് വേണമെങ്കിലും ഈ ഗ്രേറ്റർ ഇൻകം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ഇൻകം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നൗ വാട്ട് ഈസ് ദ ഇൻകം ഓഫ് എ കൺട്രി? Intuitively, the income of the country is the income of all the residents of the country. This gives us the total income of the country. അപ്പോൾ നമുക്കൊരു സംശയം വരും, വീണ്ടും ഒരു സംശയം വരും, എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഇൻകം എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ആ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരുടെയും ഇൻകമാണ്, അല്ലെങ്കിൽ ആ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരുടെയും ഇൻകം കൂട്ടുമ്പോഴാണ് ആ രാജ്യത്തിൻ്റെ ഇൻകം നമുക്ക് കിട്ടുന്നത്. However, for comparison between countries, total income is not such an useful measure. Since countries have different population, comparing total income will not tell us what an average person is likely to earn. അപ്പോൾ നമുക്ക് രാജ്യങ്ങളെ ഇൻകം വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിലും ബുദ്ധിമുട്ടുണ്ട്. കാരണം പോപ്പുലേഷൻ കൂടിയ രാജ്യങ്ങളുമുണ്ട്, പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യങ്ങളിൽ കൂടിയ രാജ്യങ്ങളെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതൊരു കണക്ക് നമുക്ക് കിട്ടത്തില്ല. കാരണം ഒരു ആവറേജ് പേഴ്സണ് എത്ര രൂപ കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല.
Hence we compare the average income, which is the total income of the country divided by its total population. This average income is called per capita income. അപ്പോൾ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു കറക്റ്റ്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്തിൻ്റെ ടോട്ടൽ ഇൻകത്തെ ആ രാജ്യത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്നാണ് പറയുന്നത്. In World Development Reports brought out by the World Bank, this criterion is used in classifying countries. Countries with per capita income of $49,300 per annum and above in 2019 are called high income or rich countries, and those with per capita income of $2,500 or less are called low income countries. India comes in the category of low middle income countries because its per capita income in 2019 was just $6,700 per annum. The rich countries, excluding countries of Middle East or certain small countries, are generally called developed countries. അപ്പോൾ എന്താണ് വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്സ് പ്രകാരം, വേൾഡ് ബാങ്കിൻ്റെ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്സ് പ്രകാരം 2019 കണക്ക് പ്രകാരം $49,300 മുകളിൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള കൺട്രീസാണ് റിച്ച് കൺട്രീസ് എന്ന് കണക്കാക്കപ്പെടുന്നത്. $2,500 താഴെയുള്ള രാജ്യങ്ങളെയാണ് ലോ ഇൻകം കൺട്രീസ് അല്ലെങ്കിൽ പുവർ കൺട്രീസ് എന്നൊക്കെ നമ്മൾ പറയാറ്. അപ്പോൾ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വരുന്നത് ഒരു ലോ മിഡിൽ ഇൻകം കൺട്രി ആയിട്ടാണ്. അതായത് $6,700 ആണ് പെർ ആനം ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെ, ഒരു ആവറേജ് ഇന്ത്യൻ സിറ്റിസൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിച്ച് കൺട്രീസിൽ മിഡിൽ ഈസ്റ്റും ചെറിയ ചില രാജ്യങ്ങളും ഒഴിച്ച് ബാക്കി വരുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയാറ്. Income and other criteria. When we looked at individual aspiration and goals, we found that people not only think of better income but also have goals such as security, respect for others, equal treatment, freedom, etc. in mind. Similarly, when we think of a nation or a region, we may besides average income തിങ്ക് ഓഫ് അതർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഇൻകത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇൻകത്തോടൊപ്പം തന്നെ ഒരുപാട് മറ്റ് കാര്യങ്ങളും അവർ പരിശോധിക്കാറുണ്ട്. അതായത് ഇപ്പോൾ സെക്യൂരിറ്റി, റെസ്പെക്ട് ഫോർ അതേഴ്സ്, ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, എല്ലാവരും ഈക്വൽ ആയിട്ടാണോ കണക്കാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു നേഷനെയോ ഒരു റീജിയനോ കണക്കാക്കുമ്പോൾ ഇൻകത്തിന് പുറമെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആട്രിബ്യൂട്ട്സൊക്കെ നമ്മളും പരിശോധിക്കേണ്ടതുണ്ട്. What could these attributes be? Let us examine this through an example. Table 1.3 gives the per capita income of Haryana, Kerala and Bihar. Actually, these figures as per capita net state domestic product at current prices of 2018-19. Let us ignore what this complicated term exactly mean. Roughly, we can take it to be per capita income of per capita income of the state. We find that of the three, Haryana has the highest per capita income and Bihar is at the bottom. That means that on an average, a person in Haryana earned 2,36,147 in 1 year, whereas on average, a person in Bihar earned only around 40,982. So, if per capita income were to be used as measure of development, Haryana will be considered the most developed and Bihar will be the least developed state of the three. Now let us look at certain other data pertaining to these states given in table 1.4. അപ്പോൾ നമുക്ക് 1.3 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ പ്രകാരം ഹരിയാനയുടെയും കേരളത്തിൻ്റെയും അതുപോലെ തന്നെ ബീഹാറിൻ്റെയും പെർ ക്യാപിറ്റ ഇൻകംസ് ആണ് തന്നിരിക്കുന്നത്. ആ കണക്ക് പ്രകാരം അതിനകത്ത് ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ളത് ഹരിയാനയ്ക്കാണ്, 2,36,147. രണ്ടാമത് വരുന്നത് കേരളമാണ്, 2,04,105. ലാസ്റ്റ് വരുന്നത് ഈ മൂന്നെണ്ണത്തിൽ ലാസ്റ്റ് വരുന്ന ബീഹാറാണ്, 40,982. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ ഇൻകം മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ ടേബിൾ നോക്കിയിട്ട് പറയും ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ്, ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞ ഡെവലപ്ഡ് വരുന്നത് ബീഹാറാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ അത് മാത്രമല്ല നോക്കുന്നത്. ടേബിൾ 1.4 നോക്കിയാൽ കുറച്ച് വേറെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ലിറ്ററസി റേറ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ, മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. What does the table show? The first column of the table show that in Kerala, out of 1,000 children born, 7 died before completing 1 year of age. But in Haryana, the proportion of children dying within 1 year of birth was 30, which is nearly 3 times more than that of Kerala. On the other hand, the per capita income of Haryana is more than that of Kerala, as shown
in table 1.3. Just think of how dear you are to your parents. Think of how everyone is so happy when a child is born. Now try to think of parents whose children die before they even celebrate their first birthday. അപ്പോൾ എന്താണ് ഈ ടേബിൾ പ്രകാരം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 1000 കുട്ടികളെ എടുത്താൽ അതിൽ 7 പേര് 1 വയസ്സാകുന്നതിന് മുമ്പ് മരിക്കുന്നു. ഹരിയാനയുടെ കാര്യം എടുത്താൽ ഏകദേശം 30 പേര് 1 വയസ്സാകുന്നതിന് മുമ്പ് മരിക്കുന്നു. അപ്പോൾ ആ ഒരു മോർട്ടാലിറ്റി റേറ്റാണ് പറയുന്നത്. ഇനി ഇൻകം നോക്കുകയാണെങ്കിൽ ഹരിയാന കേരളത്തേക്കാൾ കൂടുതലാണ്, പക്ഷേ ഈ ഒരു മോർട്ടാലിറ്റി റേറ്റാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻകത്തേക്കാൾ കൂടുതൽ ആസ്പെക്ട്സ് ഉള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ വേറെയും ഉണ്ടെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Next, note the year to which the data pertains. It is 2080. So we are not talking of all times. It is 70 years after independence, when our metro cities are full of high-rise buildings and shopping malls. The problem does not end with infant mortality rate. The last column of the table 1.4 shows that about half of the children aged 14 to 15 in Bihar are not attending school beyond class 8. അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു മോർട്ടാലിറ്റി റേറ്റ് മാത്രമല്ല, ലാസ്റ്റ് മൂന്നാമത്തെ ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം 1.4 ആ ഒരു ടേബിൾ 1.4 മൂന്നാമത്തെ കോളം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. ബീഹാറിലെ കാര്യം എടുക്കുകയാണെങ്കിൽ 14 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ ആ ഒരു പ്രായം കഴിഞ്ഞവരിൽ 50% ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഇതിലേക്ക് ക്ലാസ് 8ലേക്ക് പോകുന്നുള്ളൂ, ക്ലാസ് 8 കഴിഞ്ഞ് പോകുന്നുള്ളൂ. This means that if you went to school in Bihar, nearly half of your elementary class friends would be missing. Those who could have seen in school are not there. If it had happened to you, you would not be able to read what you are reading now. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളും അവർ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പബ്ലിക് ഫെസിലിറ്റീസ്. How is it that the average person in Haryana has more income than the average person in Kerala but lags behind in these crucial areas? The reason is money in your pocket cannot buy all the goods and services that you may need to live well. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻകം നോക്കുകയാണെങ്കിൽ ഹരിയാനയിലെ പേഴ്സണാണ് കേരളത്തിലെ പേഴ്സണേക്കാൾ കൂടുതൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം വരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? നമ്മുടെ പോക്കറ്റിൽ പൈസ ഉണ്ടെന്ന് വെച്ച് മാത്രം നമുക്ക് ലൈഫിൽ വേണ്ട എല്ലാ ആസ്പെക്ട്സും നേടിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. So income by itself is not a completely adequate indicator of material goods and services that citizens are able to use. അപ്പോൾ ഇൻകം കൊണ്ട് മാത്രം ആ ഒരു രാജ്യം ഡെവലപ്ഡ് ആണോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഗുഡ്സോ സർവീസസോ അവിടെ ആവശ്യത്തിനുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നോർമലി യുവർ മണി cannot buy you a pollution free environment or ensure that you get unadulterated medicines unless you can afford to shift to a community that already ഹാസ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വെച്ച് മാത്രം നമുക്കൊരു പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെൻറ്റ് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ പൈസ വെച്ച് മാത്രം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ വേറെയും ഉണ്ടെന്നാണ് ഇവിടെ കൺവേ ചെയ്യുന്നത്. മണി മേ ആൾസോ നോട്ട് ബി ഏബിൾ ടു പ്രൊട്ടക്ട് അസ് ഫ്രം ഇൻഫെക്ഷ്യസ് ഡിസീസസ് അൺലെസ് ദ ഹോൾ ഓഫ് യുവർ കമ്മ്യൂണിറ്റി ടേക്സ് പ്രിവെൻറ്റീവ് സ്റ്റെപ്സ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് മാത്രം നമുക്ക് ഇൻഫെക്ഷ്യസ് ആയ അല്ലെങ്കിൽ പകർച്ചവ്യാധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കും. അതിന് നമ്മുടെ നാട് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മൊത്തവും എഫേർട്ട് എടുത്ത് ഇട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ. ആക്ച്വലി ഫോർ മെനി ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ലൈഫ് ദ ബെസ്റ്റ് വേ, ഓൾസോ ദ ചീപ്പസ്റ്റ് വേ, ഈസ് ടു പ്രൊവൈഡ് these goods and services collectively. Just think, will it be cheaper to have collective security for the whole locality or for each house to have its own security staff? അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹോൾ ലൊക്കാലിറ്റിക്ക് ഒരു സെക്യൂരിറ്റി വെക്കുന്നതാണോ ഓരോ വീടിനും ഓരോ സെക്യൂരിറ്റി വെക്കുന്നതാണോ ലാഭം? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. What if no one other than you in your village or locality is interested in studying? Would you able to study? ഇപ്പോൾ നമ്മുടെ വില്ലേജ് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റി ഉള്ളതിൽ നമ്മൾ മാത്രം പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു, ബാക്കി ആർക്കും പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് മാത്രം ചിലപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. Not unless your parent could afford to send you to some private school elsewhere. ഇപ്പോൾ ഒരു പബ്ലിക് സ്കൂളില്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പാരൻസിന് നമ്മളെ ഒരു പ്രൈവറ്റ് സ്കൂളിലേക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. So you are actually able to study because many other children also want to study, and because many people believe that the government should open schools and provide other facilities so that all the children have the chance to study. നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമല്ല കുറേ വേറെ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും അവർക്ക് വേണ്ടി ഗവൺമെൻറ് സ്കൂൾസ് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടും അങ്ങനെ ഒരു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്.
Now, in many areas, children, particularly girls, are not able to go to high school because the government society has not provided adequate facilities. അപ്പോൾ ഇപ്പോഴായാലും ശരി പല കുട്ടികൾക്കും particularly ഗേൾസിന് പല സ്ഥലത്തും സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഗവൺമെൻറ്റും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എടുക്കുന്നില്ല. Kerala has a low infant mortality rate because it has an adequate provision of basic health and educational facilities. കേരളത്തിനൊരു ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അഡ്വക്കേറ്റ് മെഷർമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലായാലും ഒരു മെഷർമെൻറ്റ്സ് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സാധ്യമാകുന്നത്. സിമിലർലി ഇൻ സം സ്റ്റേറ്റ്സ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫങ്ഷൻസ് വെൽ. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് പീപ്പിൾ ഓഫ് സച്ച് സ്റ്റേറ്റ് ഈസ് സർട്ടൻലി ലൈക്ലി ടു ബി ബെറ്റർ. ചില സ്ഥലങ്ങളിൽ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് ഭക്ഷ്യ വിതരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സിസ്റ്റം സ്ട്രോങ് ആയി നിൽക്കുന്നതുകൊണ്ട് അവിടെയുള്ളവർ കുറച്ചുകൂടെ ഹെൽത്തിയർ ആയിരിക്കും. Isn't it surprising that a small country in our neighborhood Sri Lanka is much ahead of India in every respect, and big country like ours has a low rank in the world? Table 1.6 shows that though Nepal and Bangladesh have low per capita income than that of India, yet they are better than India in life expectancy. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടേബിൾ 1.6 ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ ബംഗ്ലാദേശിലൊക്കെ നമ്മളെക്കാൾ പെർ ക്യാപിറ്റ ഇൻകം കുറവാണെങ്കിലും ആ രാജ്യങ്ങളിലൊക്കെ ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ എന്താണ് ആയുർദൈർഘ്യമൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. മെനി ഇംപ്രൂവ്മെൻറ്റ്സ് ഹാഡ് ബീൻ സജസ്റ്റഡ് ഇൻ കാൽക്കുലേറ്റിംഗ് HDI and many new components have been added to the Human Development Report, but by prefixing human to development, it has made it very clear what is important to development is what is happening to the citizens of a country. It is people, their health, their well-being, and that's most important. അപ്പോൾ ഇപ്പോൾ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI ഇൻഡെക്സ് ഒക്കെ HDI ഒക്കെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ആസ്പെക്ട്സ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റാണ് അവിടെ കണക്കാക്കേണ്ടത്. അല്ലാതെ ഇൻകം മാത്രമല്ല, എന്താണ് ജനങ്ങളെങ്ങനെയാണ്, ജനങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണ്, ജനങ്ങളുടെ വെൽബീയിങ് എങ്ങനെയാണ്, അതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് കണക്കാക്കേണ്ടതെന്നാണ് പറയുന്നത്. സസ്റ്റൈനബിലിറ്റി ഓഫ് ഡെവലപ്മെൻറ്റ്. Suppose for the present that particular country is quite developed, we should certainly like to level the development to go up further, or at least be maintained for future generation. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നല്ലതാണെങ്കിൽ അത് കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ അത് വരും തലമുറയിലേക്ക് അത് പകർന്നു വയ്ക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. This is obviously desirable. However, since the second half of the 20th century, a number of scientists have been warning the present type and the levels and development are not sustainable. ഇപ്പോഴത്തെ കാലത്ത് പല സയൻറ്റിസ്റ്റും പറയുന്നുണ്ട് ഈ ഡെവലപ്മെൻ്റ് ഒന്നും സസ്റ്റൈനബിൾ അല്ല എന്ന്. അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഗ്രൗണ്ട് വാട്ടർ ഈസ് an example of renewable resources. These resources are replenished by nature, as in case of crops and plants. However, even these resources may be overused. For example, in the case of groundwater, if you use more than what is being replenished by rain, then we should be overusing this resource. Non-renewable resources are those which will be exhausted after a few years of use. We have fixed a stock on earth which cannot be replenished. We do discover new resources and we did not know of earlier. New sources in this way add to the stock. However, over time even this will be exhausted. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിന്യൂവബിൾ റിസോഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ റിന്യൂവബിൾ റിസോഴ്സാണ്. അത് എന്താണ് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ വീണ്ടും വെള്ളം വരും എന്ന് പറയുന്നത് പോലെ അത് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ആ വരുന്ന അളവിനേക്കാൾ കൂടുതൽ റെയിൻ കാരണം റിപ്ലനിഷ് ചെയ്യുന്ന അളവിനേക്കാൾ കൂടുതൽ നമ്മൾ വാട്ടർ എടുത്തുകൊണ്ടിരുന്നാൽ അതെന്ത് ചെയ്യും? അത് ആ ഒരു സസ്റ്റൈനബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു ഫിക്സഡ് സ്റ്റോക്ക് ഉണ്ട് നോൺ റിന്യൂവബിൾ റിസോഴ്സ്, അത്ര മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സോസ്റ്റഡായി പോകും, അല്ലെങ്കിൽ അത് തീർന്നു പോകും. അങ്ങനെ ഒരുപാട് റിസോഴ്സസ് നശിക്കുമ്പോൾ വീണ്ടും മനുഷ്യൻ അടുത്തതിലേക്ക് പോകും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ വരും തലമുറയിലേക്കൊന്നും ബാക്കി വയ്ക്കുന്നില്ല എന്നാണ് നമുക്ക് മുന്നിൽ കൺവേ ചെയ്യുന്നത്. Consequence of environmental degradation do not respect national or state boundaries. This issue is no longer region or nation specific. Our future is linked together. Sustainability of development is comparatively a new area of knowledge in which scientists, economists, philosophers and other social entities are working together. അപ്പോൾ നമ്മുടെ പറയുന്നുണ്ട് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻ ജനറൽ ദ ക്വസ്റ്റ്യൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഓർ പ്രോഗ്രസ് ഈസ് പെരണിയൽ
At all times, as a member of society and individual, we need to ask what we want to do, want to go, what we wish to become, and what our goals. So the debate on development countries. അപ്പോൾ എന്താണ്? അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ സ്വയം ചോദിക്കണം, എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ സ്വയം തീരുമാനിക്കണം എന്നാണ് നമുക്ക് മുന്നിൽ കൺവേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.